നമസ്കാരം. അമേരിക്കൻ ഉന്നത നയതന്ത്രജ്ഞനായ മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിച്ചതിന് പിന്നാലെ അമേരിക്കൻ നിർമ്മിത ബോംബുകളുടെ ഒരു ചരക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിൽ എത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അടുത്തിടെ അംഗീകരിച്ച MK-84 യുദ്ധ ഉപകരണങ്ങളാണ് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. ബൈഡൻ ഭരണകൂടം തുടങ്ങിവച്ച ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുമെന്ന് അധികാരത്തിലെത്തിയതിനു ശേഷം ട്രംപ് പറഞ്ഞിരുന്നു. 2000 പൗണ്ട് ഭാരമുള്ള നിരവധി MK-84 യുദ്ധ ഉപകരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പൽ അഷ്ദോദ് തുറമുഖത്താണ് എത്തിയിരിക്കുന്നത്. പിന്നീട് ബോംബുകൾ ഡസൻ കണക്കിന് ട്രക്കുകളിൽ കയറ്റി ഇസ്രായേലി വിമാനത്താവളങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ സഖ്യത്തിന്റെ കൂടുതൽ തെളിവാണിതെന്ന് പറഞ്ഞുകൊണ്ട് ബോംബുകളുടെ വരവിനെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ പ്രശംസിച്ചിരുന്നു. മന്ത്രാലയം പറയുന്നതനുസരിച്ച് 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 678 ഗതാഗത വിമാനങ്ങളും 129 കപ്പലുകളും വഴി 76,000 ടണ്ണിലധികം സൈനിക ഉപകരണങ്ങൾ പുറത്തുനിന്ന് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ട്രംപ് ഭരണകൂടം ഇസ്രായേലിന്റെ $7.4 ബില്യൺ വിലമതിക്കുന്ന ബോംബുകൾ, മിസൈലുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വിൽക്കാൻ അനുമതി നൽകിയിരുന്നു. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനും രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ഭീഷണികൾക്കെതിരെ ഒരു പ്രതിരോധമായി വർദ്ധിക്കാനുമുള്ള ഇസ്രായേലിന്റെ കഴിവ് മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി തന്നെ നേരത്തെ പറഞ്ഞിരുന്നത്. നേരത്തെയും അമേരിക്ക ഇസ്രായേലിനെ അകമഴിക്ക് സഹായിച്ചിട്ടുണ്ട്. ഗസയിലെ ആക്രമണം രൂക്ഷമാകാൻ അമേരിക്ക ഇസ്രായേലിനെ നിർത്തിക്കളിച്ച കളികളെല്ലാം തന്നെ ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിശക്തമായ ആയുധങ്ങൾ കൈമാറ്റം ചെയ്താൽ ഭയാനകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുകയെന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് ബൈഡൻ അതിന് തടസ്സം നടത്തിയിരിക്കുന്നത്. എന്നാൽ മാനുഷിക പരിഗണന തീരെ പ്രകടമാക്കാത്ത തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്നത്. ഇസ്രായേലിലെത്തിയ മാർക്കോ റൂബിയോ നെതന്യാഹുവിനെ സന്ദർശിക്കുകയും ഗാസ മുനമ്പിലെ ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്തു. ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം യുദ്ധം തുടങ്ങിയ സമയത്ത് തട്ടിക്കൊണ്ടുപോയ തടവുകാരെ ഹമാസ് വിട്ടയച്ചില്ല എങ്കിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും നെതന്യാഹു വെല്ലുവിളിക്കുകയുണ്ടായി. ഹമാസിന് ഒരു സൈനിക ശക്തിയായോ സർക്കാർ ശക്തിയായോ തുടരാനാകില്ല എന്ന് പറഞ്ഞ റൂബിയോ ഒരു ശക്തിയായി ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനം അസാധ്യമാകുമെന്നും അതുകൊണ്ട് ഹമാസിനെ നശിപ്പിക്കണമെന്നും റൂബിയോ വ്യക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനം. ഇസ്രായേൽ നയങ്ങളോട് കൂട്ടുനിന്നേ അമേരിക്കയ്ക്ക് ഇതുവരെ ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്തൊക്കെ നടപ്പിലാക്കിയാലും അതിന് അമേരിക്കൻ പിന്തുണയുണ്ടാകും. ഇസ്രായേൽ ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട് എന്നും അവർ എടുക്കുന്ന തീരുമാനത്തെ അമേരിക്ക പിന്തുണയ്ക്കുമെന്നുമാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ പ്രവർത്തിക്കും എന്നത്. അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ഹമാസും ഇസ്രായേലും പരസ്പര ധാരണ പ്രകാരം ബന്ദി കൈമാറ്റമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും മോചിതരായി എത്തിയവരിൽ നിന്നും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ തടവുകാരോട് കാണിച്ച ക്രൂരതകളും മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളും അതോടെ ലോകം അറിയുകയായിരുന്നു. അതേപോലെ തന്നെ തിരിച്ചും ഇസ്രായേലുകാരും ഹമാസ് ബന്ദിയാക്കിയവരും ഇസ്രായേലിൽ വന്ന് പറയുകയാണ് തങ്ങളോട് ചെയ്തത് അതിക്രൂരമായ നടപടികളാണ് എന്നൊക്കെ.